നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കഥയാണ് കേട്ടോ. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ചിരട്ടയില്, അതായത് സ്വർണ്ണ ചിരട്ടയില് കണ്ണിമാങ്ങ സമർപ്പിക്കുന്നത് അവിടുത്തെ രീതിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു നല്ല കഥയുണ്ട്. അതായത് പത്മനാഭസ്വാമിയോട് അടങ്ങാത്ത സ്നേഹവും ഭക്തിയുമുള്ള എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ് ഇത്. എനിക്കറിയില്ല എത്ര പേര് കേട്ടിട്ടുണ്ടാവും എന്നറിയില്ല, കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പൊ അറിയാത്ത ആൾക്കാർക്കും ഇനി അറിയുന്ന ആൾക്കാർക്ക് കൂടുതൽ കേൾക്കാനും കൂടെ ഉള്ളൊരു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ ഇന്ന് പറയുന്നത്. സോ അധികം നമുക്ക് വെച്ച് വായിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് നമ്മളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതേപോലെ തന്നെ നമ്മളുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. അതായത് എനിക്കറിയാം, ഞാൻ കഥകളൊക്കെ പറയുന്ന സമയത്ത് ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിൽ കൂടെ അതൊക്കെ നിങ്ങൾ സഹിച്ച് നമ്മൾ വീഡിയോ കാണുന്നതിനും അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു തരുന്ന ഓരോ സജഷൻസിനും എൻ്റെ വലിയ താങ്ക്സ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ കഥ വളരെ മുമ്പ് നടന്ന ഒരു കഥയാണ് കേട്ടോ. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടാവുന്നതിന് വളരെ മുമ്പ് നടന്ന ഒരു കഥയാണ് കേട്ടോ. അതായത് ഈ കഥ തുടങ്ങുന്നത് കാസർഗോഡ് അനന്തപുരം ക്ഷേത്രത്തിനടുത്താണ് നമ്മുടെ വില്വമംഗലം സ്വാമിയാര് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വില്വമംഗലം സ്വാമിയെ പറ്റി നമുക്ക് അറിയാലോ. അദ്ദേഹം വളരെ വലിയ കൃഷ്ണഭക്തനാണ്. അതായത് കൃഷ്ണനിൽ ഒരുപാട് സ്നേഹിച്ചും ഒരുപാട് ഭക്തി കൊണ്ടും അദ്ദേഹം കൃഷ്ണനെ ദർശിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വില്വമംഗലം സ്വാമിയാർ. അപ്പോൾ കാസർഗോഡായിരുന്നു അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വളരെ വലിയ ആഗ്രഹമായിരുന്നു ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണണം എന്നുള്ളൊരു അതായത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണണം എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം ഭഗവാൻ മഹാവിഷ്ണു ഒരു കുഞ്ഞു കുട്ടിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടണ്ടായി. അതായത് ചെറിയൊരു കുട്ടി, അതായത് ഒരുപാട് കുറുമ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള പക്ഷെ എങ്കിലും ആ കുഞ്ഞിനെ കാണാൻ വലിയൊരു ഓമനത്വമാണ്. ആ കുട്ടിയോട് നോക്കിയിരിക്കാനും ആ കുട്ടിയോട് സംസാരിക്കാനും ഒക്കെ വളരെ രസമാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഒരു കുഞ്ഞു ബാലകനായിട്ടായിരുന്നു ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിന് ദർശനം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു ഭംഗിയും അതേപോലെ തന്നെ ആ കുട്ടിയുടെ ഒരു ചെറിയ ചെറിയ ചാബല്യങ്ങളും കുറുമ്പുകളും ഒക്കെ കണ്ട് വില്വമംഗലം സ്വാമിയാർക്ക് ആ കുട്ടിയോട് വളരെയധികം ഇഷ്ടം തോന്നുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ തൻ്റെ കൂടെ താമസിപ്പിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് വില്വമംഗലം സ്വാമിയാർ എത്തി. പിന്നീട് ഈ കുഞ്ഞു ബാലകനും വില്വമംഗലം സ്വാമിയാരും കൂടെ ഒരു ഭവനത്തിലായി താമസം. അങ്ങനെ കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ കുസൃതികളും കളികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുസൃതികൾ ഏറെ ഉണ്ടെങ്കിലും വില്വമംഗലം സ്വാമിയാർക്ക് ഈ കുഞ്ഞിനോട് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ കുട്ടിയുടെ ഓമനത്വത്തെ അതേപോലെ തന്നെ കുസൃതിയും കൂടെ ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കാൻ ക്ഷണിക്കേണ്ടായത്. അപ്പൊ അങ്ങനെ താമസിക്കാൻ ക്ഷണിക്കുന്ന സമയത്ത് തന്നെ കുട്ടി ഒരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഒരുപാട് കുറുമ്പ് കാണിക്കും, പക്ഷെ എന്നെ ഒന്നും ചീത്ത പറയരുത്, എന്നെ വളരെയധികം ബഹുമാനത്തോടു കൂടെ ആയിരിക്കണം എന്നോട് പെരുമാറേണ്ടതെന്നൊക്കെ ഉള്ള നിബന്ധന കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് വില്വമംഗലം സ്വാമിയാര് കുട്ടിയെ കൂടെ താമസിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വില്വമംഗലം സ്വാമിയാര് തൻ്റെ പൂജയ്ക്കും അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂജാമുറിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിവേദ്യവും മറ്റ് സാളിഗ്രാമവും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് അദ്ദേഹം പൂജയിൽ ഏർപ്പെടാനുള്ള ആരംഭത്തിലേക്ക് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഈ കുഞ്ഞു ബാലകൻ പൂജാമുറിയിലേക്ക് ഓടി വരും. അതിനോടൊപ്പം തന്നെ സാളിഗ്രാമം എടുത്ത് വായിലിടാൻ പോവും. അതേപോലെ തന്നെ നിവേദ്യത്തിൽ പൂജാമുറിയിലൊക്കെ മൂത്രമൊഴിച്ച് വെക്കുകയുണ്ടായി. അങ്ങനെ ഇത് കണ്ടിട്ട് നമ്മുടെ വില്വമംഗലം സ്വാമിയാർക്ക് ദേഷ്യം വരികയുണ്ടായ അദ്ദേഹം ഒരുപാട് കോപിഷ്ഠനായി. എന്നിട്ട് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ ഇടം കൈ കൊണ്ട് ഒരു തട്ട് കൊടുത്തു ആ കുട്ടിക്ക്. അങ്ങനെ ഇരിക്കെ അപ്പോഴാണ് സ്വാമിയാര് അതായത് പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് ആ സമയത്ത് വില്വമംഗലം സ്വാമിയാര് കാണാനുണ്ടായത്. ആ കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഓടി മറഞ്ഞു പോകും. പിന്നെ ഒരു അശരീരി കേട്ടു. അതായത് എന്നെ നീ ഇടം കൈയാൽ തട്ടി മാറ്റിയില്ലേ, ഇനി ഞാൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടില്ല എന്നുള്ളത് ഒരു അശരീരി കേൾക്കാണ് അവിടെ ഉണ്ടായത്. അപ്പോഴാണ് വില്വമംഗലം സ്വാമിയാർക്ക് ബോധോദയം ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ കളിച്ചും ചിരിച്ചും അതേപോലെ തന്നെ ഒരുപാട് കുസൃതികൾ കാണിച്ചും അദ്ദേഹത്തിന്റെ കൂടെ ചുറ്റിപ്പറ്റി നിന്നുണ്ടായിരുന്നത് ഭഗവാൻ മഹാവിഷ്ണു ആണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ആ ഒരു നിമിഷമാണ് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന് പറ്റിയ തെറ്റിനെ കൊണ്ട് അദ്ദേഹം ഒരുപാട് ക്ഷമയ്ക്ക് വേണ്ടി ഭഗവാനോട് അപേക്ഷിക്കുകയുണ്ടായത്. അദ്ദേഹം കരഞ്ഞ് ഭഗവാനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഭഗവാൻ അദ്ദേഹത്തിനോട് ഒരു അരുളപ്പാട്, അതായത് ഒരു അശരീരി അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. അതായത് എന്താണെന്ന് വെച്ചാൽ, നിനക്ക് ഇനി എന്നെ കാണണമെങ്കിൽ അനന്തങ്കാട്ടിലേക്ക് വരൂ എന്നുള്ളതായിരുന്നു ആ അശരീരി. അതായത്
ഇനി ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം കൊടുക്കുന്നത് അനന്തങ്കാട്ടിൽ വെച്ച് മാത്രമായിരിക്കും എന്നുള്ളതാണ് ആ ഒരു അശരീരി എന്ന് പറയുന്നത്. പക്ഷെ ഇത് കേട്ട വില്വമംഗല സ്വാമിയർക്ക് അറിയില്ല ഇത് എവിടെയാണ് ഈ അനന്തങ്കാട് എന്ന് പറയുന്ന സ്ഥലം, ഇത് ഏത് ദിശയിൽ പോകണം, ഇത് എങ്ങോട്ടാണ്, എങ്ങനെ പോകണം, എത്ര ദിവസം എടുക്കും, എത്ര മണിക്കൂറുകൾ എടുക്കും എന്നുള്ള കാര്യമൊന്നും നമ്മുടെ വില്വമംഗല സ്വാമിയർക്ക് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ ദർശിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ ഒന്നും ആലോചിക്കാതെ അനന്തങ്കാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹം തീരുമാനിക്കുകയുണ്ടായി എന്തായാലും അനന്തങ്കാട്ടിലേക്ക് എത്തണം. അതായത് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ദൃഢനിശ്ചയമായി അനന്തങ്കാട് എവിടെയാണെന്നും എന്താണെന്നും ഒന്നും അറിയില്ല എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അവിടെ എത്തണം, എത്തിയേ തീരൂ, അതേപോലെ തന്നെ ഭഗവത് ദർശനം കിട്ടിയേ തീരൂ. ഇതായി അദ്ദേഹത്തിന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ അദ്ദേഹം കയ്യിൽ കരുതാവുന്നതൊക്കെ കരുതി അനന്തങ്കാട്ടിലേക്ക് യാത്രയായി. അങ്ങനെ ദിവസങ്ങളും ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇനിയും അനന്തങ്കാട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഒരു ദിവസം ഇതേപോലെ ഇങ്ങനെ ഒരു പുഴവക്കിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഒരു ശബ്ദം കേൾക്കണ്ടേ. അതായത് ഒരു സ്ത്രീ പറയണം, ഒരു കുഞ്ഞിനോട് പറയണം, അതായത് എന്താന്ന് വെച്ചാൽ വേഗം ഭക്ഷണം കഴിച്ചോളൂ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അനന്തങ്കാട്ടിലേക്ക് എറിയും എന്നുള്ളത്. ഈ അനന്തങ്കാട് എന്ന് കേട്ടതും വില്വമംഗല സ്വാമികളുടെ മനസ്സിൽ തട്ടി. അദ്ദേഹം ഈ ശബ്ദം വന്നത് എവിടുന്നാണ് എന്നുള്ളൊരു ദിക്ക് തേടിയുള്ളൊരു ഒന്ന് നടന്നു, ദിക്ക് അനുസരിച്ച് അദ്ദേഹം നടന്നു. അങ്ങനെ നടന്നപ്പോഴാണ് അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നത്. ആ സ്ത്രീ പുലയ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ സ്ത്രീയോട് പോയി ചോദിച്ചു ഇത് എവിടെയാണ് ഈ അനന്തങ്കാട് എന്നുള്ളൊരു ഇതിൽ ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ അനന്തങ്കാട്ടിലേക്കുള്ള വഴി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണ്ടായി. അങ്ങനെ ആ പുലയ സ്ത്രീ പറഞ്ഞു കൊടുത്ത ആ ഒരു വഴി അനുസരിച്ച് അദ്ദേഹം അനന്തങ്കാട്ടിലേക്ക് മെല്ലെ 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 എത്തിച്ചേർന്നു. അങ്ങനെ നമ്മുടെ വില്വമംഗല സ്വാമിയാർ അനന്തങ്കാട് കണ്ടുപിടിച്ചു. അദ്ദേഹം അനന്തങ്കാടിന്റെ മുന്നിലെത്തി. അപ്പൊ മുന്നിലെത്തുമ്പോൾ തന്നെ അദ്ദേഹം കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലുപ്പ മരമാണ്. ആ ഇലുപ്പ മരത്തിലേക്ക് ഒരു ചെറിയ ബാലകൻ കയറി പോകുന്നതാണ്. ആ മരം കയറിക്കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ അദ്ദേഹം ഇത് കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ കുട്ടിയാണെങ്കിൽ, ആ കുഞ്ഞു ബാലകനാണെങ്കിൽ മരം കയറി മരത്തിന്റെ ഏറ്റവും മുകളിലെത്തി. ആ കുഞ്ഞു മുകളിലെത്തിയ ആ നിമിഷം തന്നെ മരം കടപുഴകി വീഴാണ് ഉണ്ടായത്. മരം അങ്ങ് വീണപ്പോഴത്തേക്കും അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി. നമ്മളുടെ മുന്നിലായാലും അതേലെ ഒരു പെട്ടെന്നൊരു വലിയ മരം, വടവൃക്ഷം പോലത്തെ ഒരു വലിയ മരം ഇതുപോലെ വീഴുമ്പോൾ നമ്മളായാലും ഞെട്ടിപ്പോവും. വേരോടെ മറിഞ്ഞ് വീഴാണ് ആ മരം ഉണ്ടായത്. ഉടനെ തന്നെ ആ മരം അദ്ദേഹത്തിന്റെ മുന്നിൽ അപ്രത്യക്ഷമാകുകയും ചെയ്യും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ വേറൊരു കാര്യമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ, അതാ അനന്തശായയായിട്ടാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ശേഷനാഗമായ അനന്തനും അതേപോലെ തന്നെ അനന്തശായ രൂപത്തിലാണ് ഭഗവാൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകളെ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ഭഗവാന്റെ ആ അനന്തശായ അനന്തന്റെ 5 തലയും അതേപോലെ തന്നെ മുഖവും തന്നെ മൈല് കണക്കിന് ദൂരത്തായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്ന് അദ്ദേഹത്തിന് കാണാൻ പോലും ശരിക്കും പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയുന്നുണ്ട് അത് ഭഗവാന്റെ രൂപമാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയുന്നുണ്ട്. അതായത് മൈല് കണക്കിന് ദൂരമാണ്. അതായത് അനന്തശായിയായ ഭഗവാന്റെ മുഖവും അതേപോലെ തന്നെ ഈ പറയുന്ന പോലത്തെ ശരീരവും എല്ലാം ഇങ്ങനെ വിസ്തരിച്ചിങ്ങനെ കടക്കാണ് അദ്ദേഹത്തിന് മുന്നിൽ. അദ്ദേഹത്തിന്റെ കണ്ണുകളെ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭക്തി കൊണ്ടും ഭയം കൊണ്ടും അദ്ദേഹത്തിന്റെ ശരീരം അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ നിൽക്കുന്നില്ല. ആ ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ വില്വമംഗല സ്വാമിയാർക്ക് ആ സമയത്ത്. ഭഗവാനെ അദ്ദേഹം സാഷ്ടാംഗം പ്രണമിച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിഷമം പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു രൂപം, അതായത് ഇത്രയും ആജാനുബാഹുവായ ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകന്റെ ഈ രൂപം എനിക്ക് എൻ്റെ കണ്ണുകളിലേക്ക് അത് എടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതായത് എനിക്ക് പറ്റുന്നില്ല, ഈ ഒരു രൂപം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ചെറിയ വടിയുണ്ട്. ഈ വടിയുടെ ഒരു 3 ഇരട്ടി വലിപ്പം, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു, അതായത് ഇപ്പോൾ നമ്മൾ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കാണുന്ന, അതായത് 18 അടി ഉള്ള ഒരു വിഗ്രഹം, അതായത് ആ ഒരു വലുപ്പത്തില് ആവുമോ എന്ന് ഭഗവാനോട് അദ്ദേഹം വളരെ കേണ അപേക്ഷിച്ചു. കാരണം എനിക്ക് അതായത് ഭഗവാന്റെ ഇത്രയും വലിയൊരു
അവതാരത്തിനെ എങ്ങനെയാണ് അദ്ദേഹം പ്രദക്ഷിണം വെക്കുക, അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലൊരു ചെറിയ വടി ഉണ്ടായിരുന്നു, ആ വടിയുടെ ഒരു 3 ഇരട്ടി വലുപ്പത്തിൽ മതി, അതായത് ഇപ്പൊ നമ്മൾ കാണുന്ന ഭഗവാന്റെ ഒരു 18 അടി നീളമുള്ള വിഗ്രഹമാണ്, അതായത് ആ ഒരു വലുപ്പത്തിൽ ആവുമോ എന്ന് അദ്ദേഹം ഭഗവാനോട് അപേക്ഷിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ അപേക്ഷ കൈക്കൊണ്ട ഭഗവാൻ ആ ഒരു 18 അടി വലുപ്പത്തിലായി അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് പിന്നീട് ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മുടെ വില്വമംഗലം സ്വാമിയാരുടെ അപേക്ഷ കൈക്കൊണ്ട ഭഗവാൻ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു 18 അടി നീളത്തില് അദ്ദേഹത്തിന്റെ ദർശനം കൊടുക്കുകയുണ്ടായി. അതേ ഒരു രൂപം തന്നെയാണ് നമ്മൾ ഇന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും നമ്മൾ കാണപ്പെടുന്നത്. ആ ഒരു 18 അടി നീളത്തിലാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്. എങ്കിലും ഈ ഒരു അദ്ദേഹം പറഞ്ഞൊരു ഇതിലായിട്ടുണ്ടെങ്കിൽ പോലും ഭഗവാനെ ആ ഒരു ഒറ്റ അടിക്ക് ഉൾക്കൊള്ളാനും ആ ഒരു ഒറ്റ അടിക്ക് ദർശനം എടുക്കാനും വില്വമംഗലം സ്വാമിയാർക്ക് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ 3 ഭാഗങ്ങളായിട്ടാണ് അതായത് ഭഗവാനെ ദർശിച്ചത്. ആദ്യം തിരുമുഖം ദർശിച്ചു, അതായത് അനന്തശായിയോടെയുള്ള തിരുമുഖം ദർശിച്ചു, അതിനുശേഷം തിരുവുടൽ ദർശിച്ചു, അതിനുശേഷം തൃപ്പാദം ദർശിച്ചു. അങ്ങനെ 3 ഭാഗമായിട്ടാണ് ഭഗവാനെ അദ്ദേഹം ദർശനം ചെയ്തതും. അതേപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഭഗവാനെ ദർശിക്കുന്നത്. അതായത് തിരുമുഖം, തിരുവുടൽ, അതുപോലെ തന്നെ തൃപ്പാദം, ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നും ഭഗവാനെ ദർശിക്കുന്നത്. ആ ദർശനം ആദ്യം ചെയ്തത് വില്വമംഗലം സ്വാമിയാരാണ്. അതിനുശേഷം അദ്ദേഹം പ്രദക്ഷിണം വെക്കുകയും ഉണ്ടായി. അപ്പോഴാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്, ഭഗവാന് വില്വമംഗലം സ്വാമിയാരോട് പറയണം, എനിക്ക് വളരെ വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം, നീ എന്താണ് എനിക്ക് നിവേദ്യമായി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഭഗവാൻ ആവശ്യപ്പെടുകയാണ് വില്വമംഗലം സ്വാമിയാർക്ക്. വില്വമംഗലം സ്വാമിയാർക്കാണെങ്കിൽ വളരെ സന്തോഷമായി. അതായത് അദ്ദേഹം ചെയ്തൊരു തെറ്റ് ഭഗവാൻ ക്ഷമിച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ക്ഷണം അദ്ദേഹം തിരയുകയാണ്, അദ്ദേഹത്തിന്റെ സഞ്ചിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ സഞ്ചിയിൽ വളരെ കുറച്ച് കഞ്ഞി, അതായത് നേരത്തെ കണ്ട ആ സ്ത്രീ, അതായത് പുലയ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കുറച്ച് കഞ്ഞിയും അതേപോലെ തന്നെ കുറച്ച് കണ്ണിമാങ്ങയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് അദ്ദേഹം എങ്ങനെയാണ് ഭഗവാനെ സമർപ്പിച്ചതെന്ന് കേൾക്കണ്ടേ. അതായത് അവിടെ അടുത്ത് കടന്നുണ്ടായിരുന്ന ഒരു ചിരട്ടയെടുത്ത് അതിനെ നന്നായിട്ട് വൃത്തിയാക്കി, അത് നന്നായി വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി ശുദ്ധമായി കഴുകി ഈ ചിരട്ടയിൽ കുറച്ച് കണ്ണിമാങ്ങയും അതേപോലെ തന്നെ കുറച്ച് കഞ്ഞിയും ഇട്ടിട്ടാണ് ഭഗവാനെ സമർപ്പിച്ചത്. അത് ഭഗവാൻ വളരെ മൃഷ്ടാനം കഴിക്കുകയും ചെയ്തു, അതേപോലെ തന്നെ അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വില്വമംഗലം സ്വാമിയാർക്ക് അനുഗ്രഹം കൊടുത്ത ആ ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ കാണുന്ന പത്മനാഭ സ്വാമി ക്ഷേത്രം കുടികൊള്ളുന്നതും. അതേപോലെ തന്നെ ആ 18 അടി നീളമുള്ള രീതിയിലുള്ള വിഗ്രഹമാണ് ഇന്ന് നമ്മൾ കാണുന്നതും. അതേപോലെ തന്നെ വില്വമംഗലം സ്വാമിയൊരു ദർശനം കണ്ട പോലെ തിരുമുഖം, തിരുവുടൽ, തൃപ്പാദം എന്ന രീതിയിലാണ് ഇന്നും കോടാനുകോടി ഭക്തജനങ്ങളെ ഭഗവാനെ ദർശിക്കുന്നതും. അതേപോലെ തന്നെ വില്വമംഗലം സ്വാമിയാര് ഒരു ചിരട്ടയിൽ സമർപ്പിച്ച അതായത് കണ്ണിമാങ്ങയും അതേപോലെ തന്നെ കഞ്ഞിയുമാണ് ഇന്ന് ഭഗവാനെ എല്ലാ ദിവസവും രാവിലെ, അതായത് പുലർച്ചയ്ക്ക് ഭഗവാനെ സമർപ്പിക്കുന്ന ആദ്യത്തെ നിവേദ്യം. അതായത് സ്വർണ്ണ ചിരട്ടയിൽ കുറച്ച് കഞ്ഞിയും കണ്ണിമാങ്ങയാണ് ഭഗവാനെ സമർപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രസാദമായി ലഭിക്കുന്നതാണ് ഈ ഉപ്പിലിട്ട കണ്ണിമാങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് കഥ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നന്നായി, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനത് നിങ്ങൾക്കൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പത്മനാഭസ്വാമി ക്ഷേത്രം ഒന്ന് പോയി കാണണം. അതായത് അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് നമുക്ക് ആ ഒരു 3 ഭാഗമായി നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുമ്പോൾ നമുക്ക് ആദ്യം സത്യസന്ധമായി പറയണമെങ്കിൽ നമുക്ക് ആദ്യം അത് ഉൾക്കൊള്ളാൻ, ഇപ്പോൾ വില്വമംഗലം സ്വാമിയാർക്ക് പറ്റിയ പോലെ തന്നെ നമുക്കത് നമ്മളിലേക്ക് എടുക്കാൻ ശരിക്കും ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് നമ്മൾ ആ ഭഗവാനെ ഉൾക്കൊണ്ട് ആ ഭഗവാന്റെ അനന്തശായിയായ രൂപം മനസ്സിലേക്ക് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ആ ഒരു പ്രാർത്ഥനാ രീതിയിലേക്ക് നമ്മളുടെ ചിന്താഗതിയും നമ്മളുടെ കണ്ണുകളെയൊക്കെ എത്തിക്കുക. ഞാനും ആദ്യമായി പോയ സമയത്ത് എനിക്കും എൻ്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ പറ്റിയില്ല. ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു പേടിയാണ് തോന്നിയത്. പിന്നീട് നമ്മൾ 2ാം പ്രാവശ്യം 3ാം പ്രാവശ്യമൊക്കെ നമ്മൾ പോയി കണ്ട സമയത്താണ് ഭഗവാന്റെ ആ രൂപത്തെ ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. പത്മനാഭൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും കാണാം.